കണ്ണൂരിലെ ബി.ജെ.പി. പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. 10ാം പ്രതിയെ വെറുതെ വിട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷ് ഉൾപ്പെടെ കുറ്റക്കാരാണ്. തലശ്ശേരി കോടതിയുടേതാണ് നടപടി. അതേസമയം ശിക്ഷ വിധിച്ചതിന് പിന്നാലെ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി മനോരാജ് നാരായണൻ രംഗത്തെത്തി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, വലിയ സ്വാധീനമുള്ളവരാണ് പ്രതികൾ. എങ്ങനെയാണ് കോടതി ഈ കേസിനെ നോക്കിക്കാണുന്നത്? നിലിമ 20 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ കോടതി ഈ മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജ് വധക്കേസിലെ 10 പ്രതികളിൽ 9 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായ പി.എം. മനോജിൻ്റെ സഹോദരൻ മനോരാജ് നാരായണൻ അടക്കം, കൂടാതെ ടി.പി. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ടി.കെ. രജീഷ് അടക്കം ഈ കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ കാണുന്നു ഈ ഒരു കോടതി വിധി? കണ്ണൂർ ജില്ലയിലെ CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റ ഒരു വലിയ തിരിച്ചടിയാണ് ഇന്ന് തലശ്ശേരി ജില്ലാ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ വിധി. സൂരജ് CPM-ൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു, DYFIയുടെ ഭാരവാഹിയായിരുന്നു. വളരെ കാലം CPM-ൻ്റെ നേതാവായി പ്രവർത്തിച്ചതിന് ശേഷമാണ് ആ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം RSS BJP പ്രസ്ഥാനങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതിനെ തുടർന്ന് നിരവധി തവണ സൂരജിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹത്തെ ആക്രമിക്കുകയും കൈകാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് 6 മാസത്തിലധികം അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിനിടയിൽ തന്നെ മറ്റൊരു ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ പരിക്കേറ്റ് ചികിത്സയിൽ കിടക്കുന്ന സൂരജ് CPM പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞൊരു കള്ളപ്പരാതി കൊടുക്കുകയുണ്ടായി. ആ പരാതി കൊടുത്തത് ഇന്നിപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രഭാകരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തത്. പോലീസ് അന്വേഷിച്ചപ്പോൾ അതൊരു കള്ളപ്പരാതിയാണെന്ന് ബോധ്യമായി. എങ്ങനെയെങ്കിലും സൂരജിനെ വീട്ടിൽ നിന്ന് ഇറക്കിയതിന് ശേഷം സൂരജിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കള്ളപ്പരാതി പോലും കൊടുത്തത് എന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. അതിനുശേഷമാണ് സൂരജിന് നേരെ ഈ മൃഗീയമായ ആക്രമണം ഉണ്ടായത്. അന്ന് CPM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഈ പ്രഭാകരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള CPM-ൻ്റെ ഏരിയ കമ്മിറ്റി നേതാക്കന്മാരും ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരുമെല്ലാം ആസൂത്രണം ചെയ്താണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ കേസ് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ CPM-ൻ്റെ ഭാഗത്തു നിന്ന് സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പ്രതി ചേർക്കാൻ സാധിച്ചത്. പിന്നീട് TP കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘമാണ് അന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന TP രജീഷിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് TP രജീഷ് നേരത്തെ നടത്തിയ കൊലപാതകങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞ സമയത്താണ് സൂരജിൻ്റെ കൊലപാതകത്തിലും തങ്ങൾക്കുള്ള പങ്കേറ്റു പറഞ്ഞത്. അങ്ങനെയാണ് ഈ മനോനാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, TP രജീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിലേക്ക് വരുന്നത്. സ്വാഭാവികമായും അത് അന്ന് TP കേസിലെ അന്വേഷണം ഏകദേശം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ കണ്ണൂർ ജില്ലയിൽ നടന്ന നിരവധി കൊലപാതകങ്ങളിൽ CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ കില്ലിംഗ് സ്ക്വാഡിൽപ്പെട്ട രജീഷും അതുപോലെ തന്നെ മനോനാരായണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് വെളിവാക്കിയ നിരവധി കേസുകളിൽ ഒന്നായിട്ടാണ് സൂരജിൻ്റെ കേസ് വരുന്നത്. ആ കേസാണ് പ്രതികളുടെ സാമ്പത്തിക സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലരെയും കൂറുമാറ്റിക്കാനുള്ള ശ്രമം നടന്നു. ചിലരെ കൂറുമാറിയെങ്കിലും കൃത്യമായ രീതിയിൽ കേസ് നടന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലെ 2 പ്രതികൾ നേരത്തെ മരിച്ചിരുന്നു. 1-ാം പ്രതിയും 12-ാം പ്രതിയും നേരത്തെ മരണപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവരിൽ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവർക്കാണ് ഇപ്പോൾ ശിക്ഷ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ചിലർ നേരത്തെ നടന്ന പല കൊലക്കേസുകളിലും പ്രതിയാണ്. ഇപ്പോൾ മാണിയാട് സത്യൻ എന്ന് പറയുന്ന RSS പ്രവർത്തകനെ തലയറുത്ത് കൊന്ന കേസ്, ആ കേസിൽ പ്രതിയാണ് ഇതിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നടന്ന നിരവധി അക്രമ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്കാണ് ഈ ശിക്ഷ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ ഗൂഢാലോചന പുറത്തു വന്നു എന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. CPM-ൻ്റെ ആ പ്രദേശത്തെ സമുന്നത നേതാക്കളുടെ എല്ലാം ആസൂത്രണത്തിലാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശിക്ഷ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒറ്റ കാര്യം കൂടി, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി
നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ കയറിപ്പോകാൻ സാധിക്കുന്ന അത്ര ഹോൾഡുള്ള ഒരാളാണ് PM മനോജ്, അതായത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. അയാളുടെ സഹോദരനാണ് ഈ കേസിലെ 5ാം പ്രതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിന് അത്രത്തോളം ഗൗരവമുണ്ട് എന്ന് തന്നെയല്ലേ കാണാൻ? ആ ബന്ധവും സ്വാധീനവും ഉപയോഗിച്ചിട്ടാണല്ലോ ഇതുപോലുള്ള കൊലക്കേസുകൾ നേരത്തെ രക്ഷപ്പെട്ടു പോയത്. TP കേസിൽ ആ രജീഷിനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ വെളിവാക്കിയില്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും കേസിന് പുറത്തായിരിക്കുമല്ലോ. അങ്ങനെ എത്ര കേസുകൾ. അപ്പോൾ ഈ ബന്ധുബലം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള സ്വാധീനവും അതുപോലെ തന്നെ CPMലുള്ള സ്വാധീനവും വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം അറുകൊല നടത്താൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ സാധിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പല ആളുകളും CPMൻ്റെ നേതാക്കന്മാരും അവരുടെ ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കളുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല കേസുകളിൽ നിന്ന് ഒഴിവായി പോകുന്നത്. അവർക്ക് വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ TP കേസിലെ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസിലേക്ക് വന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉന്നതതല അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ നിരവധി കേസുകളിലുള്ള ഇവരുടെ ബന്ധം വ്യക്തമാക്കപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ആ കുടുംബത്തിന് നീതി കിട്ടിയിരിക്കുന്നു. CPMൽ നിന്ന് വിട്ട് ദേശീയ പക്ഷത്തേക്ക് വന്നതിൻ്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെട്ട നിരവധി ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് സൂരജ്. ആ സൂരജിൻ്റെ ആത്മാവിന് നീതി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോടതി വിധിയോടുകൂടി വെളിവായിരിക്കുന്നത്. അവസാനം ഒറ്റ ചോദ്യം കൂടി, അതായത് എതിരാളികളെ ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല, എതിരാളികളുടെ ശവകുടീരത്തോട് പോലും ദേഷ്യം കാണിക്കുന്ന ഒരു രീതി സൂരജിൻ്റെ കേസിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിരവധി തവണ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരം തച്ച് തകർക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ രാഷ്ട്രീയ എതിരാളികളോട് ഇത്രയേറെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു CPMൻ്റെ രാഷ്ട്രീയം തന്നെയല്ലേ ഇവിടെ വിമർശിക്കപ്പെടുന്നത്? നിശ്ചയമായും അത് ആദ്യം സൂരജിനെ ആക്രമിച്ച് ഒരു ജീവച്ഛവകമാക്കി മാറ്റി. അവരന്ന് കൊല്ലാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ ഉദ്ദേശം വിജയിച്ചില്ല. അതിനുശേഷം വീണ്ടും ആക്രമിച്ചു. 3ാമത്തെ ആക്രമണത്തിലാണ് സൂരജ് കൊലയപ്പെടുന്നത്. കൊല ചെയ്തിട്ട് കൊന്നിട്ടും പക തീരുന്നില്ല. അതിനുശേഷമാണ് സൂരജിനെ അടക്കിയ സ്ഥലത്ത് ശവകുടീരം തകർക്കുന്നതിലേക്ക് വരെ എത്തിയത്. CPM എത്ര മൃഗീയമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് സൂരജിൻ്റെ കേസും തുറന്ന് നടന്നിരിക്കുന്ന സംഭവങ്ങളുമെല്ലാം. നിശ്ചയമായും ആ പാർട്ടിയുടെ ഈ കൊലപാതക സംഘം എത്ര ഹീനമായ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂരജിൻ്റെ കൊലപാതകവും അനന്തര സംഭവങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യങ്ങൾ വ്യക്തമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 9 പ്രതികളാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നീലിമ.